ഐഷു മിസ്സാണ്. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ മക്കളെ, ഒരുപാട് കുട്ടികൾ മിസ്സിനോട് ചോദിച്ചിരുന്നു, മിസ്സേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ, നിങ്ങൾക്കൊന്ന് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്ത് തരുമോ, ഓണം എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജസ് മിസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജസിനുള്ള റിപ്ലൈ ആയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളത്തെ സോഷ്യൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 4 ചാപ്റ്റേഴ്സിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ പറഞ്ഞുതരും. അപ്പം മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. ഓക്കെ, സോ സെറ്റ് ആണെങ്കിൽ നമുക്ക് തച്ചടപടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമമാണ് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, how do the people in the village live and work differently from those in a city? ഗ്രാമങ്ങളിലെ ആളുകൾ നഗരങ്ങളിലുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്? ഇനി അടുത്തതായിട്ട്, യാത്രയ്ക്കായി നിങ്ങൾ എന്തൊക്കെ കൂടെ കരുതും? ഓക്കെ, നിങ്ങൾ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ഫ്രണ്ട്സ് കരുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താ കരുതുക എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. നെക്സ്റ്റ്, വാട്ട് ആർ ദ ആസ്പെക്ട്സ് ഓഫ് വില്ലേജ് ലൈഫ് ഡിഡ് യു ഫൈൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്? ഗ്രാമീണ ജീവിതത്തിലെ ഏതൊക്കെ വശങ്ങളാണ് നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്? പിന്നെ നോട്ട് കമ്പയറിംഗ് വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും അല്ലെ, സൂപ്പർ മാർക്കറ്റുകളും ആഴ്ച ചന്തകളും അത് താരതമ്യം ചെയ്യാൻ അതെന്താണ് വ്യത്യാസം എന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. പിന്നെ ഓൺലൈൻ ഗെയിംസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്, മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഓക്കെ, ഓൺലൈൻ ഗെയിംസും അല്ലാത്ത ഗെയിംസ് പീലിയുടെ ഗ്രാമത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഇമ്പോർട്ടൻ്റ് കൂടെയാണ് കേട്ടോ. പീലിയുടെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനെയർ ചോദ്യാവലി തയ്യാറാക്കാനും നമുക്കൊരു ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പീലീസ് വില്ലേജിൽ നിന്ന് പഠിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ, ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും. ഈ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ, മേക്ക് എ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആസ് പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അല്ലേ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെത്തിയ ഫുഡിന്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ. പിന്നെ തീയുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാൻ പറയും. ഫയർ നമ്മളെ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. പിന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഫുഡ് ഹാബിറ്റ് ഓഫ് ഏർലി ഹ്യൂമൻസ് അല്ലെ, ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടായിട്ടുള്ള വികാസത്തിന്റെ ഘടകങ്ങൾ നോക്കി വെക്കണം. മൃഗങ്ങളെ മെരുക്കുന്നതിലൂടെയും കൃഷി ആരംഭിക്കലൂടെയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, അവർ മൃഗങ്ങളെ നോക്കാനും അതേപോലെ കൃഷി ചെയ്യാനും തുടങ്ങിയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് പീപ്പിൾസിന്റെ ജീവിതത്തിൽ വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ വാട്ട് ഫോഴ്സ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് ദ അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ് അല്ലെ, ഭക്ഷണം കണ്ടെത്തുന്നതിന് മറ്റു വഴികൾ തേടാൻ ആദിമ മനുഷ്യരെ പ്രേരിപ്പിച്ചത് എന്താണ്? മിച്ചം വന്ന ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ അവർ എന്തൊക്കെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക അല്ലെ, ബാലൻസ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് യൂസ് ചെയ്തു എന്നുള്ളതും. പിന്നെ ബാർട്ടർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ഫുഡിലുണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, മിശ്രഭോജനം എന്താണെന്ന് കൂടെ നോക്കിയാൽ രണ്ടാമത്തെ ചാപ്റ്റർ ഫുഡ് ആൻഡ് ഹ്യൂമനും സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ. ഇവിടെ നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം, സ്വയം തൊഴിൽ സവിശേഷതകൾ, പിന്നെ വരുമാന മാർഗങ്ങൾ, സോഴ്സസ് ഓഫ് ഇൻകം, ആസ്തികൾ, അസറ്റ്സ് എന്താണെന്ന് പഠിക്കണം. പിന്നെ തൊഴിൽ എന്താണ്, കൂലിയും ശമ്പളവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, സാലറി വേജസ് തമ്മിലുള്ള ഡിഫറൻസും എംപ്ലോയ്മെന്റ് എന്താണെന്നുള്ളതും നോക്കണം. പിന്നെ നമ്മളൊരു ഓൺട്രപ്രനറിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഭിമുഖം നടത്തുമ്പോൾ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ സ്വയം തൊഴിലിന് കുറച്ച് പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ കൈവല്യ ശരണ്യൊക്കെ. അപ്പോൾ ആ പദ്ധതികൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്, കാർഷികേതര തൊഴിലുകൾ. ഇതിന്റെ ഉദാഹരണം കൂടെ നോക്കിയാൽ സംഗതി സെറ്റാണ് കേട്ടോ. ഓക്കെ, ഇനിയാണ് അവസാനത്തെ നമ്മളെ ചാപ്റ്റർ, ക്ലോത്തിങ് ത്രൂ ദ ഏജസ്, വസ്ത്രത്തിന്റെ നാൾവഴികൾ. ഇവിടെ നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്? ക്ലോത്ത് മാനുഫാക്ചറിങ്, അതിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഏതാണെന്ന് ചോദിക്കും. പിന്നെ സ്വാഭാവിക നാരുകൾ, കൃത്രിമ നാരുകൾ, അത് തമ്മിലുള്ള വ്യത്യാസം, നാച്ചുറൽ ഫൈബേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സും, ചേഞ്ചസ് ബോട്ട് ബൈ യൂസ് ഓഫ് മെഷീൻസ്,
ക്ലോത്ത് മാനുഫാക്ചറിങ്ങിലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? വസ്ത്രോത്പാദനത്തിന് ഉപയോഗിക്കുന്ന സിന്തറ്റിക് നാരുകളെ കുറിച്ചിട്ട് അല്ലെ സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ചോദിക്കാം. നെക്സ്റ്റ്, എങ്ങനെയാണ് നമുക്ക് യൂസ്ഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലോത്തിങ്ങിനെ യൂസ്ഫുൾ മെറ്റീരിയൽസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ മേൽമുണ്ട് സമരം ഉണ്ടല്ലോ, അപ്പർ ക്ലോത്ത് എഡ്യൂക്കേഷൻ, ഇതും ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത്. സോ മിസ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ചോദ്യങ്ങളൊക്കെയാണ് മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ പീലിയുടെ ഗ്രാമം ഉണ്ടല്ലോ, പീലിയുടെ ഗ്രാമത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പീലിയുടെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള ചോദ്യാവലി ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ ഒരു ചോദ്യം എന്തായിരിക്കും എന്നുള്ളത് മക്കൾ താഴെ കമൻറ്റ് ബോക്സിൽ മിസ്സിൻ്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സിനോടൊപ്പം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മളിതാ ഓണം എക്സാമിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് 4 ചാപ്റ്ററിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും പേടിക്കാനില്ല മക്കളെ, ഈ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരാൻ പോകുന്നത്. ഇത് മിസ്സിൻ്റെ വാക്കാണ്. ഓക്കെ, യെസ്. സോ ലൈക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ മറക്കണ്ട, നമ്മളുടെ ഓണം ഓഫർ ദാ ഇവിടെ അടിപൊളിയായിട്ട് സൈലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് സൈലം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഓഫർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, 995400 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, നോട്ടുകൾ, ടെസ്റ്റ്, ആപ്പിലുള്ള കമ്മ്യൂണിറ്റീസ്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ബാച്ച് 10% ഓഫറിലാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളെ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും ഒക്കെ സെറ്റാക്കി തരും. അപ്പോൾ ഇത് നഷ്ടപ്പെടാതെ ജോയിൻ ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് 995400 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബാച്ചിലൂടെ പഠിക്കാം കേട്ടോ. അടുത്ത എക്സാം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് മിസ് ലൈവ് സെഷൻസിൽ പറയുന്നുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ ലൈവ് കാണാൻ കൂടെ ചെയ്താൽ സംഗതി സെറ്റാണ്. നാളത്തെ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. ഓക്കെ, സോ മറക്കണ്ട, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള, അതായത് പീലിയുടെ അച്ഛനോട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഐഷമിസിൻ്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സോട് കൂടി കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ ബൈ.